ലൈക്ക്, സബ്സ്ക്രൈബ്. ഹലോ. കൊറിയ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിട്ട് ആദ്യം വരുന്നൊരു കാര്യമുണ്ട്. എന്താ അത്? സോൾ. അതെ, ഞങ്ങളിന്ന് സോൾ കാണാൻ പോവുകയാണ്. ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിലെ ഒരു 80 ഫോറിൻ സ്റ്റുഡൻസിനെ കൾച്ചറൽ എക്സ്ചേഞ്ച് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ഫ്രീ ആയിട്ട് സോൾ കാണിക്കാൻ കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഞങ്ങളൊരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 8 മണിയായപ്പോഴത്തേനും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ലഞ്ചൊക്കെ കഴിച്ചിട്ട് ഒരു 1 മണിയോടുകൂടി ഞങ്ങൾ ഞങ്ങളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലെത്തി. അതാണ് ഗയോങ്ബുക്കോങ് പാലസ്. ഡ്രാമയൊക്കെ കണ്ടിട്ടുള്ളവർക്ക്, പ്രത്യേകിച്ച് ഹിസ്റ്റോറിക്കൽ ഡ്രാമയൊക്കെ കണ്ടിട്ടുള്ളവർക്ക് ഈ പാലസ് ഭയങ്കര അധികം ഫെമിലിയർ ആയിരിക്കും. നമ്മുടെ BTSലെ വിയൊക്കെ അഭിനയിച്ചിട്ടുണ്ടായിരുന്ന ഹൊറാങ് എന്ന് പറയുന്ന ഡ്രാമയുടെ ഒരു ഭൂരിഭാഗം പോർഷൻസും ഷൂട്ട് ചെയ്തത് ഇവിടെ തന്നെയാണ്. 1935 ജോസൺ ഡൈനാസ്റ്റിയിലെ ഒരു കിങ് പണിത പാലസാണിത്. ഗയോങ്ബുക്കോങ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ഒരുപാട് സമ്പത്തും ഐശ്വര്യവും സമാധാനവും തരുന്ന ഒരു രാജകീയ ഭവനം അല്ലെങ്കിൽ ഒരു പാലസ് എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഈ കാണുന്നത് ഈ പാലസിൻ്റെ മെയിൻ ഗേറ്റാണ്. നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് അവിടെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. ഗാർഡ് ചേഞ്ചിങ് സെറിമണി എന്നാണ് അതിൻ്റെ പേര്. പണ്ട് കാലത്ത് ഗാർഡ്സ് എങ്ങനെയാണോ പരേഡ് ചെയ്തുകൊണ്ടിരുന്നത് അതേപോലെ തന്നെ അവർ റീക്രിയേറ്റ് ചെയ്തിട്ട് ടൂറിസ്റ്റുകൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഒരു അവസരം കൊടുത്തിരിക്കുന്നതാണ് ഇവിടെ. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. അവർ പ്രത്യേകം അതിന് വേണ്ടിയിട്ട് ഡ്രംസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് പണ്ട് കാലത്ത് നമ്മൾ ഡ്രാമയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, അതുപോലെയുള്ള സൗണ്ട് എഫക്റ്റും അങ്ങനെയൊക്കെ ആയിട്ട് നല്ല രസമാണ് കണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ആദ്യമായിട്ട് സോൾ കാണാൻ പോകുന്നത് കൊണ്ടും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആരും കൂടെ ഇല്ലാത്തത് കൊണ്ടും ഒരുപാട് കാര്യങ്ങൾ ഞാൻ മിസ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അതെന്താണെന്ന് ഞാൻ ലാസ്റ്റ് പറയാം. ഇപ്പം നമ്മൾ പാലസിൻ്റെ മെയിൻ ഡോറിക്കടെ അകത്തേക്ക് കടക്കാൻ പോവുകയാണ്. അകത്തേക്ക് കടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾക്കൊരു 3000 വോണിൻ്റെ ടിക്കറ്റ് എടുക്കേണ്ടതായിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഹാൻഡ് ബോക്ക് ധരിച്ചിട്ടുണ്ടെങ്കിൽ ഫ്രീ എൻട്രിയാണ്. ഹാൻഡ് ബോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊറിയക്കാരുടെ ട്രഡീഷണൽ ഡ്രസ്സാണ്. അപ്പോൾ കൊറിയൻ ടൂറിസം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് കൊറിയൻ മിനിസ്ട്രി ഒരുപാട് ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിലൊന്നാണ് ഈ ഹാൻഡ് ബോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ ഒരുപാട് വ്ലോഗുകളൊക്കെ കാണുന്നവരാണെങ്കിൽ ഹാൻഡ് ബോക്ക് ഇട്ടിട്ട് ഇതുപോലെ പെൺകുട്ടികളൊക്കെ നടന്നു പോകുന്നതൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ പാലസുകളുടെ എല്ലാ അടുത്തും ഇതുപോലെ ഹാൻഡ് ബോക്ക് റെൻറ്റിന് കൊടുക്കുന്ന ഷോപ്പുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മളുടെ ഒരു റേറ്റിനനുസരിച്ച് നമ്മൾക്കിതുപോലെ ഹാൻഡ് ബോക്കുകൾ റെൻറ്റിനെടുക്കാം. ഇത്ര മണിക്കൂറിനൊക്കെയാണ് അതിൻ്റെ ചാർജ്. അപ്പോൾ ഹാൻഡ് ബോക്ക് എടുത്തിട്ട് ഇതുപോലെ ഫോട്ടോസ് എടുക്കാം പാലസിക്കടെ, അതിട്ടുകൊണ്ട് നടക്കാം. വൈകിട്ടാകുമ്പോൾ തിരിച്ചു കൊടുത്താൽ മതി. അകത്തേക്ക് കിടക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാഴ്ചയാണിത്. ഇതൊരു ലേക്കാണ്. വിൻ്റർ സമയമാണ്. ലേക്കിലെ വെള്ളമെല്ലാം മഞ്ഞായിരിക്കുന്നതാണ്. ഈ പാലസിൻ്റെ തൊട്ടടുത്തായിട്ട് പാലസ് കണ്ട് ഇറങ്ങുമ്പോൾ തന്നെയാണ് നാഷണൽ ഫോക്ക് മ്യൂസിയം ഓഫ് കൊറിയ ഉള്ളത്. ഇവിടെ കൂടുതലും ജോസൺ ഡൈനാസ്റ്റി കാലത്തെ കിങ്ങിൻ്റെ, ക്വീനിൻ്റെ അവരുടെ ഡ്രസ്സുകൾ, അവരുടെ മാനുസ്ക്രിപ്റ്റുകൾ, സിംബൽസ്, ആർട്ടിക്രാഫ്റ്റ്സ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്.
സെക്കൻഡ് ഡേ നമ്മൾ പോകാൻ പോകുന്നത് നാഷണൽ മ്യൂസിയം ഓഫ് കൊറിയയിലേക്കാണ്. ഞാനിവിടെ വരണതിന് മുൻപ് ഒരുപാട് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് നാഷണൽ മ്യൂസിയം ഓഫ് കൊറിയനെ പറ്റിയിട്ട്. അപ്പോൾ എനിക്കിത് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ശരിക്കും സോളിൽ കാണണമെന്ന് ആഗ്രഹമുള്ള ഒരുപാട് കാര്യങ്ങളിൽ ഒന്ന് നാഷണൽ മ്യൂസിയം ഓഫ് കൊറിയ ആയിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരണതിൽ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അതുപോലെ തന്നെയായിരുന്നു ഇത് വിസിറ്റ് ചെയ്തതിന് ശേഷമുള്ള ഒരു ഫീലിങ്ങും. നമ്മൾക്ക് സമയം വളരെ കുറവായതുകൊണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ താഴത്തെ ഒരു നില മാത്രമേ നമുക്ക് കണ്ടു തീർക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. 2 നിലകൾ കൂടി ഇനി കണ്ടു തീർക്കാനുണ്ട്. അപ്പോൾ നാഷണൽ മ്യൂസിയം ഓഫ് കൊറിയയിലേക്ക് നമ്മൾ നടന്നു പോകുന്ന വഴിയാണ് ഈ കാണുന്നത്. വിൻ്റർ ആയതുകൊണ്ട് എല്ലായിടത്തും മഞ്ഞ് വീണ് കിടക്കുകയാണ്. സോളിലെ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ കാണാനാണ് നമ്മൾ ഈ സ്റ്റെപ്പ് കയറി പോകുന്നത്. ഇത്തേവൺ ഗ്ലാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡ്രാമ കണ്ടിട്ടുള്ള എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള, അല്ലെങ്കിൽ സോൾ എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഫോട്ടോ കാണാൻ പറ്റും നിങ്ങൾക്കൊരു ടവറിൻ്റെ. അതെ, നാംസാൻ ടവർ. നാംസാൻ ടവറിൻ്റെ ഒരു വ്യൂ ആണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നത്. നമ്മൾ സോളിക്കടെ എല്ലാം യാത്ര ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ടെങ്കിലും ഈ നാംസാൻ ടവർ നമുക്ക് കാണാൻ പറ്റും. സോളിൽ നിന്ന് എവിടെ നിന്ന് നോക്കിയാലും കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. അതിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റും. സോളിലെ ഒരുപാട് സ്ഥലങ്ങളൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അതായത് ഞാനും ഇതുപോലെ വീഡിയോകൾ, വ്ളോഗുകൾ അതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെ കണ്ടുള്ള അറിവ് മാത്രമേ എനിക്കുള്ളൂ, അല്ലെങ്കിൽ ഫ്രണ്ട്സ് പറഞ്ഞ് അങ്ങനെയൊക്കെ. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇതുപോലെ മിസ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിലൊന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ BTS കംബാക്ക് കോൺസെർട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന ആ ഒരു ഏരിയ ഈ ക്യോങ്ബുക്കോങ് പാലസിൻ്റെ തൊട്ടടുത്തായിരുന്നു. ആക്ച്വലി ഞങ്ങളൊരു ഫ്രീ ടൈം കിട്ടിയപ്പോൾ പാലസിൻ്റെ ചുറ്റും കറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ പോയ ഡയറക്ഷൻ്റെ കറക്റ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരുന്നു ഈ ഏരിയ ഉള്ളത്. അത് ഒന്നാമത്തെ കാര്യം. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഹൈബ് ഇൻസൈറ്റ് കാണണമെന്ന് വളരെ ആഗ്രഹമായിരുന്നു. പക്ഷേ നമ്മൾ പോകുന്ന സ്ഥലത്തിൻ്റെ അടുത്താണോ ഹൈബ്, നമുക്ക് കാണാൻ പറ്റുമോ, അതൊന്നും എനിക്കറിയില്ലായിരുന്നു. റോഡ് സൈഡിലാണെന്ന് ഇതുപോലെ ഓരോ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട് ഞാൻ. പിന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ അവിടെ പോയിട്ട് പറഞ്ഞിട്ടുണ്ട് കറക്റ്റ് റോഡ് സൈഡിൽ തന്നെയാണ്, അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ബസ് പോകുമ്പോൾ, അങ്ങനെയൊക്കെ. അപ്പോൾ സോളിൽ പോണതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് കൊണ്ടും, പിന്നെ എനിക്കാണെങ്കിൽ സൈഡ് സീറ്റ് കിട്ടിയില്ല.
എനിക്ക് ട്രാവൽ ചെയ്യുമ്പോൾ സൈഡ് സീറ്റ് വളരെ ഇഷ്ടമാണ്. എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. കാരണം നമുക്ക് ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ടിരിക്കാം. അതൊരു വലിയ ലൈമോസിൻ ബസ്സായിരുന്നു. അപ്പോൾ നമ്മൾ അകത്തിരിക്കുന്നവർക്കാണെങ്കിലും അത്യാവശ്യം നന്നായിട്ട് നമുക്ക് പുറത്തെ വ്യൂകളെല്ലാം കാണാൻ പറ്റുമായിരുന്നു. ഈ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും. അങ്ങനെ ഇരിക്കുമ്പോൾ കറക്റ്റ് നാഷണൽ മ്യൂസിയം ഓഫ് കൊറിയയിലേക്ക് പോകുന്നതിന് തൊട്ട് മുൻപായിട്ട് ഒരു വളവ് തിരിഞ്ഞപ്പോൾ ഹൈബ് എന്നൊരു ലെറ്ററിങ് ഞാൻ കണ്ടു. ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി അത് തന്നെ ഹൈബ് എന്ന്. എൻ്റെ അടുത്തിരിക്കുന്ന ഒരു കുട്ടിയെ ഞാൻ എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് വിളിച്ചു, "ദേ നോക്ക് ഹൈബാണ് കാണുന്നതെന്ന് പറഞ്ഞു. പക്ഷേ ആ കുട്ടിക്ക് അതറിയില്ലായിരുന്നു. അവൾ ചോദിച്ചു, "ഹൈബോ അതെന്താ അത്?" ഞാൻ പറഞ്ഞു, "അത് BTSൻ്റെ ഏജൻസിയാണ്." അപ്പോൾ അവൾ, "ഓ അത് ശരി." അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, "നിനക്കറിയോ അവർ പുതിയ കോൺസേർട്ടൊക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ട് ഇവിടെ." അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ കേട്ടിട്ടുണ്ട്." അങ്ങനെയൊക്കെ ഒരു മിന്നായം പോലെ കണ്ടെങ്കിലും എനിക്കൊരു ഫോട്ടോ എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ബസ് ഭയങ്കര സ്പീഡിലാണ് പോകുന്നത്. എന്തോ എനിക്ക് കാണാൻ വേണ്ടിയിട്ട് എന്ന പോലെ ആ സമയത്ത് മാത്രം ഒരു ചെറിയൊരു ട്രാഫിക് വന്നതുകൊണ്ട്, ചെറിയൊരു ട്രാഫിക് ബ്ലോക്ക് പോലെ വന്നതുകൊണ്ട് എനിക്കൊരു ചെറിയ ഭാഗം മാത്രം കാണാൻ പറ്റി. ആ സമയത്ത് ഞാൻ പെട്ടെന്ന് ഫോൺ എടുക്കാൻ നേരത്ത് എൻ്റെ ഫോണിൻ്റെ ലോക്ക് ഓപ്പൺ ആവുന്നില്ല. അതുകൊണ്ട് എനിക്കൊരു സ്കാറ്റേഡ് ആയിട്ടുള്ള ഫോട്ടോ മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ ഓർത്തു സമാധാനമായിട്ട് പിന്നീട് തിരിച്ചു വന്ന് ഒരു ഫോട്ടോയൊക്കെ എടുത്തിട്ട് പോവാം. അങ്ങനെ ഓക്കെ, അപ്പം നെക്സ്റ്റ് വ്ലോഗിൽ കാണാം. ബൈ ബൈ.